2026 വായനാ ദിന ക്വിസുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കിയാലോ? കേരളത്തിൽ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത് ഏവർക്കും അറിയാമല്ലോ. ആരുടെ ചരമദിനമായിട്ടാണ് കേരളത്തിൽ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? PN പണിക്കരുടെ. പുതുവായിൽ നാരായണ പണിക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകനായ PN പണിക്കരുടെ പ്രധാന മുദ്രാവാക്യം എന്താണ്? വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക. 2024 പ്രഖ്യാപിച്ച ഏറ്റവും ഒടുവിലത്തെ എഴുത്തച്ഛൻ പുരസ്കാരം കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതി ലഭിച്ചത് ആർക്കാണ്? NS മാധവൻ. PN പണിക്കരുടെ സ്മരണാർത്ഥം കേന്ദ്ര സർക്കാർ ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ്? 2004 ജൂൺ 19. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറ, തിരുവനന്തപുരം ജില്ലയിൽ. കുട്ടികളുടെ വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സർക്കാർ സ്കൂളുകളിൽ നടപ്പിലാക്കിയ പ്രധാന പദ്ധതി ഏതാണ്? വായനക്കൂട്ടം അല്ലെങ്കിൽ വായന ചങ്ങാത്തം. കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം ബുക്ക് വില്ലേജ് എന്ന പദവി നേടിയ സ്ഥലം ഏതാണ്? പെരുങ്കുളം, കൊല്ലം ജില്ലയിൽ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായി കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖ രചിച്ചതാരാണ്? O. ചന്തുമേനോൻ. 100,000-ലധികം പുസ്തകങ്ങളുള്ള ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡിജിറ്റൽ ലൈബ്രറികളിൽ ഒന്നായ ഇന്ത്യയുടെ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി NDLI വികസിപ്പിച്ചെടുത്തത് ഏത് സ്ഥാപനമാണ്? IIT ഖരഗ്പൂർ. ലോക വായനാ ദിനവും പുസ്തക ദിനവുമായി യുനെസ്കോ ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഏപ്രിൽ 23. പൂർണ്ണമായും സ്ത്രീകളുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏതാണ്? അന്താരാഷ്ട്ര വനിതാ വായനശാല, കോഴിക്കോട്. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഔദ്യോഗിക മാസികയുടെ പേര് എന്താണ്? ഗ്രന്ഥാലോകം. മലയാളത്തിലെ ഏറ്റവും പഴക്കമേറിയതും പ്രശസ്തവുമായ സാഹിത്യ സാംസ്കാരിക മാസികകളിൽ ഒന്നാണിത്. 1948 PA വാര്യരുടെ പത്രാധിപത്യത്തിലാണ് ഗ്രന്ഥാലോകം പ്രകാശനം ആരംഭിച്ചത്. കുട്ടികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരിയായ സുമംഗലയുടെ യഥാർത്ഥ പേര് എന്താണ്? ലീല നമ്പൂതിരിപ്പാട്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പുസ്തക നഗരമായി ബുക്ക് സിറ്റി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ നഗരം ഏതാണ്? കോഴിക്കോട്. യുനെസ്കോയുടെ സിറ്റി ഓഫ് ലിറ്ററേച്ചർ പദവിയും ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും വലിയ നിഘണ്ടുവായ ശബ്ദധാരാവലി ക്രോഡീകരിച്ചത് ആരാണ്? ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള. താങ്ക് യു.